أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. പ്രവാചക, എന്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കു പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട്. വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ആ വിളി കേട്ട് ഞാൻ ഉത്തരം നൽകുന്നു. അതിനാൽ അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. നീ ഇതെല്ലാം അവരെ കേൾപ്പിക്കുക, അവർ സന്മാർഗം ഗ്രഹിച്ചെങ്കിലോ. വ്രതകാലത്തെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരെ പ്രാപിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു. നിങ്ങൾ രഹസ്യമായി സ്വയം വഞ്ചിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ നിങ്ങളുടെ കുറ്റം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഭാര്യമാരോടൊപ്പം രാപ്പാർത്ത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സുഖം തേടിക്കൊള്ളുക. അപ്രകാരം തന്നെ രാവിന്റെ കരിവരകളിൽ നിന്ന് പ്രഭാതത്തിന്റെ വെള്ളവരകൾ തെളിഞ്ഞു കാണുന്നത് വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. പിന്നെ അതെല്ലാം വർജിച്ച് രാവുവരെ വ്രതം പാലിക്കുക. നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ ഭാര്യ സംസർഗമരുത്. ഇവ അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. നിങ്ങൾ അവയോടടുത്ത് പോകാതിരിക്കുക. ഇவ்விധം അള്ളാഹു അവന്റെ വിധി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാകുന്നു, അവർ തെറ്റായ കർമ്മമാർഗങ്ങളിൽ നിന്ന് മുക്തരാകേണ്ടതിന്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂക്കുന്ന അമലുകളായി അള്ളാഹു നമ്മുടെ ഉദ്യമങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ബഖറയിലെ 186 ആയത്തും 87 ആയത്തുമാണ് ഞാൻ ഇവിടെ ഓതി അർത്ഥം കേൾപ്പിച്ചത്. 85 ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് ഒറ്റ ആയത്ത്, വലിയൊരായത്ത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ റമദാനിനെ കുറിച്ചും ആ ദിവസങ്ങൾ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഫിദ്യ കൊടുക്കുന്നതിനെ കുറിച്ചും ആ നോമ്പ് എടുത്തു വീട്ടുന്നതിനെ കുറിച്ചും രോഗിയായാലും യാത്രക്കാരനായാലും നിങ്ങൾ മറ്റു ദിവസങ്ങളിലേക്ക് അത് മാറ്റിവെക്കാമെന്നും ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ട് ആ മാസം നിങ്ങൾ ഖുർആനോടുള്ള നന്ദി സൂചകമായിട്ടാണ് നിങ്ങളോട് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടുവെന്നും ഇങ്ങനെയുള്ള ഒരു ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഇന്ന് പിന്നത്തെ ആയത്ത് 186 ആയത്ത് എന്ന് പറയുന്നത്
വളരെ ചെറിയൊരായത്താണ്, എന്നാൽ വളരെ ഡീപ്പായിട്ട് അർത്ഥമുള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാനുമുള്ള ഒരായത്താണ് 186 ആ ചെറിയ ആയത്ത്. അതായത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചക, എന്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്ത് പറഞ്ഞു കൊടുക്കണം? വിളിക്കുന്നവൻ ഞാൻ, അതായത് ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട്. ഇന്നി ഖരീബ്, അതായത് ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന് അവരോട് പറയുക. വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ, അതായത് ഫൈദ ഉജീബ് ദഅവത ദാഇ ഇദാ ദഅൻ, ഉജീബു ദഅവത ദാഇ എന്നുള്ളതാണ് വിളിക്കുന്നവൻ. വിളിക്കുന്നവൻ ദാഇയാണ്, വിളിക്കുന്നവൻ. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളി. വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ആ വിളി കേട്ട് ഞാൻ ഉത്തരം നൽകുന്നു. അതിനാൽ അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ഇനി ഇതിന്റെ വിശദീകരണം പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഒരു ആയത്ത് പറഞ്ഞതെന്നും എന്തിനാണ് എന്നൊക്കെ ഉള്ളത് പറയാം. ആദ്യം നമുക്ക് വാക്കർത്ഥത്തിലേക്ക് കടക്കാം. വ ഇദാ സഅലക, വ ആൻഡ് ഇദാ, വെൻ, സഅലക നിന്നോട് ചോദിച്ചാൽ. 4 വാക്ക് അതിലുണ്ട് അല്ലെ? വൈദാ സഅലക 4 വാക്ക്. ഒന്ന് വാ, പിന്നെ ഇതാ എന്ന് പറഞ്ഞാൽ അമ്പോൾ അല്ലെങ്കിൽ വെൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആൽ, ഒരു ഇതിന്റെ കൂടെയുള്ള ഗ്രാമറാണ്, പ്രൊസിഷനാണ്. സഅല ചോദിച്ചു, സഅല യസ്അലു ചോദിക്കുന്നു, സുആൽ ചോദ്യങ്ങൾ അല്ലെ? സഅല ചോദിച്ചു, ക നിന്നോട്. അപ്പോ ആരെങ്കിലും, ഇതാ സഅല ചോദിച്ചാൽ, ക നിന്നോട്. ആര് ചോദിച്ചാലാ പറയുന്നത്? ഇബാദി എന്റെ അടിമകൾ. അബ്ദ് അടിമ, ഇബാദ് അടിമകൾ. അബ്ദിന്റെ പ്ലൂറലാണ് ഇബാദുർ റഹ്മാനില്ലദീന യംശൂനക്കല്ലേ, എന്റെ അടിമകൾ. അതായത് റഹ്മാന്റെ അടിമകൾ എന്നുള്ള ആയത്തുണ്ട് സൂറത്ത് അല്ലെ, വേറെ സൂറത്തില. ഇബാദി, അപ്പൊ എന്റെ അടിമകൾ. ഇബാദി എന്റെ എന്നുള്ള അർത്ഥമാണ്. ദീ എന്നുള്ള വാക്ക് എന്റെ. അപ്പൊ എന്റെ ഇബാദി, എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ. എന്ത് ചോദിച്ചാൽ? അന്നീ എന്നെ കുറിച്ച്, എന്നെ സംബന്ധിച്ച്. അൻ എന്ന് പറഞ്ഞാൽ അബൌട്ട്, അൻ. അപ്പൊ അന്നീ എന്നെ കുറിച്ച് അല്ലെ? അൻക നിന്നെ കുറിച്ച്, അൻഹും അവരെ കുറിച്ച് അല്ലെ? അന്ന ഞങ്ങളെ കുറിച്ച്, അതറിയാലോ. അപ്പൊ അന്നീ എന്നെ കുറിച്ച്, എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ, അപ്പൊ മറുപടി കൊടുക്കുന്നത് ഫ ഇന്നി ഖരീബ് എന്നാണ് മറുപടി കൊടുക്കേണ്ടത്. അത് റസൂലിനോട് അല്ലാഹ് പറയാണ്, എന്നെ കുറിച്ച് എന്റെ ദാസന്മാര് നിന്നോട് ചോദിച്ചാൽ അപ്പോൾ ഫ ഇന്നി ഖരീബ്. അപ്പോൾ നീ പറയുന്ന എന്താണ്? ഇന്നി ഖരീബ്. അപ്പോൾ ഇന്നി തീർച്ചയായും ഞാൻ, ഇന്ന തീർച്ചയായും, ഇന്നി എന്ന് പറയുമ്പോൾ തീർച്ചയായും, നീ എന്നുള്ളത് ഞാൻ, തീർച്ചയായും ഞാൻ ഖരീബാണ്. ഖരീബിന്റെ എന്താണ്? അടുത്ത്, വളരെ അടുത്ത്, സമീപസ്ഥ എന്നൊക്കെ പറയും. ഖരീബിന്റെ ഓപ്പോസിറ്റ് ആണ് ബഈദ് ഇല്ലേ? പിന്നെന്താണ്? ഖുർബ എന്നൊക്കെ പറയില്ല ഖുർആനിൽ? കുടുംബ ബന്ധമുള്ളവരില് ഖുർബ എന്ന് പറയാം, അടുപ്പമുള്ളവർ, അതായത് കുടുംബ ബന്ധുക്കാർക്കൊക്കെ, ബന്ധുക്കൾക്ക് അങ്ങനെ പറയാം. അപ്പൊ ഖരീബ് എന്നുള്ളതിന് അടുപ്പം എന്നുള്ള വാക്കുന്നാണ് വരുന്നത്. അപ്പൊ ഖരീബ് അടുത്തത്. അപ്പൊ ഞാൻ നിന്റെ റബ്ബ് അവരുടെ അടുത്തന്നെ ഉണ്ട് എന്ന് എന്നെ കുറിച്ച് ചോദിച്ചാ പറയാ, ഞാൻ അടുത്തന്നെ ഉണ്ട് എന്ന് ഉത്തരം കൊടുക്കുക, അവരോട് പറഞ്ഞേക്കുക. നീ എന്നിട്ട് അല്ലാഹ് പറയാണ്, ഉജീബു ഞാൻ ഉത്തരം ചെയ്യും അല്ലെ? ഉജീബു, അജാബ യുജീബു. അപ്പൊ ഉജീബു, ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം നൽകും. ജിബ് എന്ന് പറഞ്ഞാൽ നീ ഉത്തരം ചെയ്യുക എന്നല്ലേ? ഈ അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവും, ജിബ് ഉത്തരം ചെയ്യുക അല്ലെങ്കിൽ ഉത്തരം എഴുതുക. അപ്പൊ ഉജീബു ഞാൻ ഉത്തരം ചെയ്യും, ഉത്തരം നൽകും. ഉജീബു ആർക്ക് ഉത്തരം നൽകും? ദഅവത്ത ദാഇ. ദഅവ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മള് സാധാരണ പറയുന്നത് ദഅവ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്കുള്ള വിളിക്കുന്നതിനെ ദഅവ ചെയ്യാന്നറിയാം അല്ലെ? ശരിക്കുള്ള ദഅവത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വിളി അല്ലെങ്കിൽ പ്രാർത്ഥന. നമ്മളെ ദുആ ഒക്കെ അല്ലേ? ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ എന്ന് പറഞ്ഞാൽ അതിന് വരുന്നത് തന്നെയാണ്, പ്രാർത്ഥനക്ക് പറയുന്ന ദുആ. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ ശരിക്കും വിളി എന്നുള്ളതാണ്. അപ്പൊ ദഅവത്ത് വിളി. ദഅവത്ത ദാഇ ആരുടെ വിളി? ദഅവത്ത ദാഇ ദാഇയുടെ വിളി. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെ ദാഇ എന്ന് പറയുന്ന ആരെയാന്ന് വെച്ചാൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന അദ്ദേഹം ഒരു ദാഇയാന്ന് പറയാറുണ്ട്, വിളിക്കുന്നവനാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെയുള്ള വിളി എന്ന് പറയുന്നത് ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തിനല്ല, ഇവിടെ പറയുന്നത് പ്രാർത്ഥന, അള്ളാനെ വിളിക്കുന്നതിനാണ് ഇവിടുത്തെ ദാഇ എന്ന് പറയുന്നത്.
അപ്പോ ഉജീബു ഞാൻ ഉത്തരം നൽകും. ആർക്ക് ഉത്തരം നൽകും? ദഅവത്ത ദാഇ, ദാഇയുടെ ആ വിളിക്കുന്നവന്റെ വിളിക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഉജീബു ഞാൻ ഉത്തരം നൽകും. എപ്പോഴാണ് ഉത്തരം നൽകുക? ഇദാ ദാനി, അവൻ എന്നെ വിളിക്കുമ്പോൾ. ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇദാ ദാനി. ഇപ്പൊ സാധാരണ ഈ ഉജീബു ദഅവത്ത ദാഇ എന്നുള്ളിടത്ത് നമ്മൾ വിചാരിക്കും അതന്നെ കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ എന്നുള്ളത്. അതായത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ പ്രാർത്ഥിക്കുന്നവർക്കും ഉത്തരം നൽകുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊന്നുകൂടി അള്ളാഹ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ വൻ ദാനി, നീ എന്ന് പറയുന്ന എന്നെ, അവൻ എന്നോട് വിളിച്ചാൽ, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. അപ്പൊ ഇതിന്റെ വിശദീകരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പൊ അള്ളാഹ് പറയുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്കാണ് ഉത്തരം കിട്ടുള്ളൂ. യൂഷ്വലി എപ്പോഴും പ്രാർത്ഥനാനിരതമായ മനസ്സുള്ള ആളുകളുടെ ആ പ്രാർത്ഥനക്കാരന്റെ പ്രാർത്ഥനക്കാണ് അത് ഉത്തരം നൽകുക. പക്ഷെ അവനാണെങ്കിലും, അവൻ എത്ര നല്ലവനാണെങ്കിലും ഇതാ ദാനി, അവൻ എന്നെ വിളിക്കുമ്പോഴാണ് അവനക്ക് ഉത്തരം കൊടുക്കുക. അവരെ വിശദീകരണത്തിൽ പറയുന്നത് ഇത്. അതായത് അവൻ എന്നെ വിളിച്ചാൽ, ദാ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ്. ദാ യദുഉ, വിളിച്ചു, പ്രാർത്ഥിച്ചു. അപ്പൊ ദാ നീ എന്ന് പറഞ്ഞ എന്നേന്ന്, ഇവിടെ നീ എന്നുള്ളതിന് ഡ്രോപ്പ് ചെയ്താണ് യാട്ടോ. ദാ നീ, എന്നെ വിളിച്ചാൽ ഇതാവൻ. അപ്പൊ എന്നിട്ട് അള്ളാഹ് പറയാണ്, അപ്പൊ ഇവിടെ നബിനോട് പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, നിന്നെ കുറിച്ച് അവർ ചോദിക്കുകയാണ്. പറഞ്ഞേക്ക് ഫൈനി ഖരീബ്, ഞാൻ തീർച്ചയായും അടുത്തുണ്ട്. മാത്രല്ല ഉജീബ് ദഅവത്ത ദാഇ ഇദാ ദാനി, ഏത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞേക്ക്. അപ്പൊ ഫൽ യസ്തജീബൂ ലി, അതുകൊണ്ട് അള്ളാഹ് അവരോട് ചെയ്യാൻ പറയാണ്, എന്റെ ദാസന്മാരോട് നീ പറഞ്ഞേക്കുക. ഫൽ യസ്തജീബൂ ലി, അപ്പോൾ ഫൽ യസ്തജീബു, അവർ ഉത്തരം നൽകട്ടെ. ഈ അജാബ യുജീബു എന്നുള്ളതിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഈ ഇതൊക്കെ. ഈ ഫൽ യസ്തജീബു എന്നുള്ളതിന്റെ വേറെ ഫോമാണ്. അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. ലീ എന്നുള്ളതാണ് എനിക്ക് എന്നുള്ളത് കേട്ടോ. ഫൽ യസ്തഫ, അപ്പോൾ ഫൽ യസ്തജീബ്, ഈ പ്രയോഗം ഖുറാനിൽ പല സ്ഥലങ്ങളുണ്ട്. ഫൽ യഅമൽ അമലൻ സ്വാലിഹ, അവർ പ്രവർത്തിക്കട്ടെ. ഫൽ അല്ലെ, ഫൽ യഖുൽ, അവർ പറയട്ടെ. ഫൽ എന്നുള്ളതല്ല. അപ്പോൾ അതങ്ങനെ. അപ്പൊ ഫൽ യസ്തജീബു, അവർ ഉത്തരം നൽകട്ടെ. ലീ, എനിക്ക്. വൽ യുഅ്മിനൂ ബി, അവരെന്നിൽ എന്താക്കും ചെയ്യട്ടെ, വിശ്വസിക്കുകയും ചെയ്യട്ടെ. ആമന യുഅ്മിനു, ഫൽ വൽ ആൻഡ് എൽ വൽ യുഅ്മിനു, അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ബി, എന്നിൽ, എന്നെ കൊണ്ട്, എന്നെ എന്നുള്ളതൊക്കെ. അപ്പൊ എന്താവാം? ലഅല്ലഹും യർഷുദൂൻ. അങ്ങനെ ആവുമ്പോ ലഅല്ല ആയേക്കാം, ലഅല്ല എന്നുള്ള ആയേക്കാം എന്നാണ് അല്ലെ. ലഅല്ലഹും, അവരായേക്കും, യർഷുദൂൻ അല്ലെ, റുഷ്ദ്, അതായത് സന്മാർഗം, നേർവഴി. അപ്പൊ യർഷുദൂൻ എന്ന് പറഞ്ഞാൽ അവർ നിർമാർഗത്തിലാക്കപ്പെട്ടവർ. യർഷുദൂ എന്നുള്ളത് അവർ നിർവയിലാകുന്നു. യർഷുദൂൻ നിർവയിലാക്കപ്പെട്ടവരാകും, അവരായേക്കും. ലഅല്ലഹും യർഷുദൂ, നിർവയിലാക്കപ്പെട്ട ആളുകളായി മാറും എന്നുള്ള അർത്ഥത്തിൽ. ഈ ആയത്ത് ഭയങ്കര സിമ്പിൾ ആണ്. പുതിയ വാക്കുകൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ദാവത്ത്, ദാന്റെ ഒരേ രൂപങ്ങളാണ് ഇത്. ദാവത്തും ദായും ദായൊക്കെ ഒരേ വാക്ക് തന്നെയാണ്. ഉജീബും ഫല്യസ്തജീബും ഒരേ വാക്കാണ്. പിന്നെ ഖരീബ് എന്നുള്ളതും ഇബാദിയൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കും. ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല്, വൈദാസാല കൈബാദി അന്നി, എന്റെ അടിമകളിൽ എന്നോട് ചോദിച്ചാൽ, അന്നി, എന്നെ കുറിച്ച്, ഫൈനി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ്, സമീപസ്ഥനാന്ന് പറയുക. മാത്രമല്ല ഉജീബ് ദഅവത്ത ദാഇ ഇദാ ദാൻ, ഒരു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് അവരെന്ത് ചെയ്യട്ടെ, എന്റെ വിളിക്ക് അവർ ഉത്തരം നൽകട്ടെ, അവരെന്നിൽ വിശ്വസിക്കട്ടെ. അങ്ങനെ ആകുമ്പോ അവരെന്താകും? യർഷുദൂനാകും, നിർവഴിയിലാക്കപ്പെട്ടവരാകും. അവിടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ വഴി എന്നെ നേരിട്ടറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിലും ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരത്താണെന്ന് ധരിച്ചു പോവരുത്. അള്ളാഹ് പറയില്ല, ഇന്നീ ഖരീബ് എന്ന്, എന്റെ ഓരോ അടിമയോടും വളരെ അടുത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. അവന് എപ്പോൾ വേണമെങ്കിലും ആവശ്യങ്ങൾ എന്റെ മുന്നിൽ സമർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവൻ ഹൃദയം കൊണ്ട് മാത്രം എന്നോട് പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ അത് ശ്രവിക്കുന്നതാണ്. ശ്രവിക്കുക മാത്രമല്ല, ഉജീബ് ദഅവത്ത്, തീരുമാനം കൂടി ചെയ്യുന്നതാണ്. അയഥാർത്ഥങ്ങളായ, അധികാരമില്ലാത്ത ഏതൊക്കെ വസ്തുക്കളെ അജ്ഞത കാരണം നിങ്ങൾ ദൈവങ്ങളും യജമാനന്മാരുമായി കണക്കാക്കിയിരുന്നുവോ അവയുടെ അടുക്കിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചെല്ലേണ്ടി വരുന്നു. എന്നാലും അവയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനോ അപേക്ഷകൾ അനുസരിച്ച് തീരുമാനം കൽപ്പിക്കാനോ കഴിയില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, അവർ ഈ മറ്റുള്ള ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹ് പറയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അവര് വിളിച്ചു കേൾക്കുന്ന പ്രാർത്ഥനക്കാരൻ എങ്ങനെയാണ്? ബഹുദൈവങ്ങളും അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ്? വിളിക്കാന്നല്ലാതെ ഒരു ഉത്തരമോ ഒന്നും നൽകാൻ കഴിയാത്തവരാണല്ലോ.
അപ്പൊ എന്നാൽ അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിന്റെ സർവാധിപതിയും വിധ അധികാരങ്ങളുടെയും കഴിവുകളുടെയും ഉടമസ്ഥനുമായ ഞാൻ നിങ്ങളുമായി എത്രയോ സമീപത്താണ്. ഒരു മാധ്യസ്ഥനും ശുപാർശകനും ഇല്ലാതെ സ്വന്തമായി തന്നെ ഏതവസരത്തിലും എവിടെ വെച്ചും നിങ്ങളുടെ അപേക്ഷകൾ എന്റെ മുന്നിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതിനാൽ ശക്തിയോ അധികാരമോ ഒന്നുമില്ലാത്ത കൃത്രിമ ദൈവങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരികെ എന്ന വിഡ്ഢിത്തം ഉപേക്ഷിച്ച് എന്റെ ക്ഷണത്തിന് ഉത്തരം നൽകി എന്നിൽ അഭയം പ്രാപിപ്പിക്കുകയും എന്നിലേക്കും അടക്കുകയും എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും എന്നോടുള്ള അടിമത്തത്തിലും അനുസരണത്തിലും പ്രവേശിക്കുകയും ചെയ്യുക. ഇതൊരു വിശദീകരണം. അതായത് അള്ള പറയാണ് ലാസ്റ്റ്, നിങ്ങൾ ഈ വിളിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ പോലെ അല്ല ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ഉത്തരത്തിന് ഉത്തരം നൽകുന്നവനായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ട് അതിനുള്ള തീരുമാനം നിങ്ങൾക്ക് അതുപോലെ സാധിപ്പിച്ചു തരുന്നവനാകുന്നു, അതിനുള്ള കഴിവുള്ളവനാകുന്നു. പ്രപഞ്ചത്തിന് ഉടമസ്ഥനാണ്. എനിക്ക് എല്ലാത്തിനും കഴിവുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരാൻ കഴിവുണ്ട്. അതുകൊണ്ട് എന്റെ ഇടയിൽ അള്ള പറയാണ്, അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥനെ വെച്ചിട്ട് ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഒരുപാട്. ഇപ്പൊ ഒരു ഏജന്റിനെ വെക്കാറുണ്ട് പല ആളുകളും. എന്തിനാ ഏജന്റിനെ വിളിക്കുന്നത് വെച്ചാൽ അവര് വഴി അള്ളാഹിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് ഉത്തരം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്നല്ല പറഞ്ഞു. ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളെ തൊട്ടടുത്തുണ്ട്, ഞാൻ നേരിട്ട് വിളിക്കാൻ ഞാൻ നിങ്ങളുടെ ഉത്തരം നൽകും. അതുകൊണ്ട് നിങ്ങൾ ഈ കൃത്രിമ ദൈവങ്ങളിലേക്ക് പോകല്ല, അതൊരു വിഡ്ഢിത്തമാണ്. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിക്കുക എന്നാണ് അവസാനം ഫല്യസ്തജീബൂലി വലുമിനൂബി എന്ന് പറയുന്നത്. ഇവിടെ അതായത് നീ മുഖേന അവസാനം പറയുന്നുണ്ടല്ലോ, വല്ല അല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞ അവർ വഴി നേർമാർഗത്തിൽ അയക്കാന്ന് പറയുന്നതിന്റെ വിശദീകരണം, നീ മുഖേന പ്രവാചകൻ മുഖേന വാസ്തവസ്ഥിതി അറിഞ്ഞ് അവർ കണ്ണു തുറക്കുകയും അവരുടെ തന്നെ നന്മ ചെയ്യുന്ന ശരിയായ നയം സ്വീകരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തേക്കും എന്നതാണ്. അല്ലഹും യർഷുദൂ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇത്രയും ദിവസം അവരെന്താണ് അന്ധകാരത്തിലാണ്, വിഗ്രഹങ്ങളെ വിളിച്ച് എന്താണ് വഴിയെന്നറിയാത്ത, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്ത കുറെ വിഗ്രഹങ്ങളെ വിളിച്ച് ഒരു സന്മാർഗവും കിട്ടാത്ത ഒരു തരം അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് മേബി നിന്റെ ഈ മറുപടി കൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ഈ പറയുന്ന ഞാൻ സമീപസ്ഥനാണ്, വിളിക്കുത്തരം നൽകുവാനാണ്, എനിക്ക് മധ്യസ്ഥന്റെ ആവശ്യമില്ല, അത്രയും കരീബാണ് ഞാൻ പറയുന്നതിലൂടെ മേബി അല്ലഹും യർഷൂൻ അവർ ശരിയായ വഴി സ്വീകരിച്ചേക്കാം എന്നാ പറയുന്നത്. ഇവിടെ നമ്മള് ഖുർആൻ ബോധനത്തിൽ ഇതിന്റെ കുറച്ചും കൂടി ആയത്തിന്റെ വിശദീകരണം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വായിച്ചത് തഫീമുൽ ഖുർആനിലെ വിശദീകരണമാണ്. അപ്പൊ അതിൽ പറയുന്നത് ഈ ആയത്ത് ജസ്റ്റ് കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയായി എന്തുകൊണ്ട് വരുന്നു? കഴിഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞ ഷെഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീ എന്ന് പറഞ്ഞ റമദാനിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെന്തേ ഇടയ്ക്കൊരു പ്രാർത്ഥനയുടെ ആയത്ത് വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കാരണം ഈ ആയത്ത് കഴിഞ്ഞിട്ടുള്ളതും റമദാനെ കുറിച്ചുള്ള ആയത്ത് ഹില്ലലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും എന്നാണ് 187 ആയത്ത് വരുന്നത്. അപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് നോമ്പിന്റെ ദിവസം നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ അനുവാദം ഉണ്ട് എന്നുള്ള നോമ്പിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ദുആനെ കുറിച്ചൊരു പ്രാർത്ഥന, അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ആയത്ത് എന്തിനാണെന്നുള്ളതിന്റെ വിശദീകരണം ഇവിടെ പറയുന്നത്, നോമ്പിലൂടെ അള്ളാഹു മനുഷ്യരോട് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. വ്രതം എന്ന് പറയുന്നത് ഒരു തരം പ്രാർത്ഥനയാണ് എന്നാണ് ഇവിടെ തഫ്സീറിൽ പറയുന്നത്. അതായത് നമ്മള് പ്രാർത്ഥനാനിരതമായ ഹൃദയമില്ലാത്ത നോമ്പ് എന്ന് പറയുന്നത് വെറും നിർജീവമായ നോമ്പാണ്, ആത്മാവില്ലാത്ത നോമ്പാണ്. അപ്പൊ നമ്മൾ നോമ്പെടുക്കുന്നതിലൂടെ അതായത് നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു അവസ്ഥയിലാണ് ഒരാൾ നോമ്പെടുക്കുമ്പോ ഉണ്ടാവുക. അതായത് ഒരു മാനസികമായ ആരാധന അവസ്ഥ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, മറ്റെല്ലാ തിന്മകളും അകന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം അള്ളാന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ചെയ്യാത്തത്, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് നോമ്പെടുക്കുന്നത്. അപ്പൊ അവിടെ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മള് അള്ളാഹ്ക്ക് വേണ്ടി മനസ്സിനെ അടിമപ്പെടുത്തി അതിലേക്ക് സമർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു പ്രാർത്ഥനയുടെ നിരന്തര പ്രാർത്ഥനയുടെ അവസ്ഥയാണ് എന്ന് പറയുന്നു. ആരാധനയുടെ അവസ്ഥയാണ്, ഒരു മാനസികമായ ആരാധനാവസ്ഥ. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് റമദാൻ മാസത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം അനുഗ്രഹം ഉണ്ടല്ലോ, പ്രത്യേകം സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു വ്യത്യസ്തതയുണ്ട്. പ്രാർത്ഥനകളുടെ വസന്തം എന്നാൽ റമദാനിലെ രാവുകളിൽ അള്ളാഹുവിനുള്ള പ്രത്യാശയോടും പ്രതിഫലേച്ഛയോടും നടത്തുന്ന പ്രാർത്ഥനകൾക്ക് പ്രത്യേക സ്വീകാര്യതയുണ്ട്. അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. മുൻകഴിഞ്ഞതൊക്കെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പ്രത്യേകം ഇപ്പൊ നമ്മൾ പകൽ വേളകളിലൊക്കെ പ്രത്യേകം പ്രാർത്ഥനകൾ നിരതരാവാനൊക്കെ പ്രത്യേകം പറയുന്ന ഒരു സമയമാണ് റമദാൻ മാസം.
അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ ഒരു മാസത്തെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടതിന് ശേഷവും പിന്നത്തെ ആയത്ത് ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥിക്കുന്നവനോട് അള്ളാഹ് പറയാണ്, നീ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, നോമ്പെടുത്ത് എന്നോട് ദുആ ചെയ്ത് നിൽക്കുന്നതിന് ഇനി പ്രാർത്ഥനയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയാണ് ഈ ആയത്തിലൂടെ എന്നാണ് പണ്ഡിതന്മാർ വേറൊരു വിശദീകരണത്തിൽ പറയും. എന്തുകൊണ്ട് ഈ ആയത്ത് ഇവിടെ വന്നു എന്നുള്ളതിന്റെയാണ്. അപ്പൊ ഇനി അള്ളാഹ് പറയുന്നു, ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയേണ്ടത് ഞാൻ ഏറ്റവും അടുത്താണ്, ഞാൻ വളരെ അടുത്താണ് എന്ന് പറയാൻ മറുപടി കൊടുക്കാൻ പറയുന്നു. അപ്പോ ഇവിടെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്നൊരു ഉത്തരം അങ്ങനെ പറയാൻ പറഞ്ഞതിന്റെ കാരണം പക്ഷെ ഇങ്ങനെ പറയുന്ന വിശദീകരണത്തിൽ പറയുന്നത്, വ്രതാനുഷ്ഠാനം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എങ്ങനെയുള്ളവനാണ്, എവിടെ സ്ഥിതി ചെയ്യുന്നു, അടുത്താണോ, അതായത് അള്ളാഹ് ഇതിന് മുന്നത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നോമ്പെടുത്ത് ഒരുപാട് പ്രാർത്ഥനകൾ നിരതരാവണമെന്ന് പറയുമ്പോ അവർക്കൊരു ചോദ്യം എന്താന്ന് വെച്ചാല്, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, എവിടെയാണുള്ളത്, ഞങ്ങൾ വിളിക്കുമ്പോ എവിടെയാണുള്ളത് എന്ന് അറിയണല്ലോ. നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ വിളിക്കപ്പെടുന്ന വ്യക്തി എന്ന് അറിയണ്ടേ. അപ്പൊ എവിടെയാണുള്ളത്? അടുത്താണോ? അടുത്ത് തന്നെ ഉണ്ടാവോ നമ്മൾ വിളിക്കും? അല്ലെ അകലെയാണോ? തങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും അവൻ നേരിട്ട് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമോ? അതായത് ചില ആൾക്കാർ പറയും ഉറക്കനെ വിളിക്കണോ, അപ്പൊ അടുത്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് മെല്ലെ വിളിക്കാൻ തോന്നും. ഇപ്പൊ ഒരാൾ കുറേ അകലെയാണ്, നമ്മൾ യൂഷ്വലി എന്താണ് സൗണ്ട് ഭയങ്കര കൂട്ടിയാണ് പറയേണ്ടത്, അപ്പോഴേ അത് കേൾക്കുള്ളൂ ആ വ്യക്തി. അതുപോലെ ഇവരുടെ സംശയമാണ്, ഈ നേരിട്ട് ശരിക്കും എങ്ങനെ പ്രാർത്ഥിച്ചാലും, മെല്ലെ പ്രാർത്ഥിച്ചാലും ഉറക്കം പ്രാർത്ഥിച്ചാലും ഒക്കെ നേരിട്ട് ഉത്തരം കിട്ടുമോ? അതോ അവൻ നേരിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിന് അതീതനും അകന്നവനുമാണോ? അങ്ങനെയെങ്കിൽ പ്രാർത്ഥനകൾ ഉച്ചത്തിൽ വേണോ, മധ്യവർത്തികൾ മുഖേന വേണോ എന്നൊക്കെ അവർ അന്വേഷിച്ചാൽ എന്നാണ് അവന് ഒരു തരത്തിൽ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം പറയുന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഫഇന്നി ഖരീബ് എന്നുള്ള പറഞ്ഞത്. അപ്പൊ അതിൽ പറഞ്ഞത് അള്ളാഹു സമീപസ്ഥനാണ്, അവരിൽ നിന്ന് വിദൂരത്ത് സ്ഥിതി ചെയ്യുന്നവനല്ല. നാം അവന്റെ ഇപ്പൊ പറയുന്നുണ്ടല്ലേ, ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ അവന്റെ ഖണ്ഡനാടിയേക്കാൾ അടുത്തവനാണ് എന്നാണ് വേറെ സ്ഥലത്ത് പറഞ്ഞത്. നിങ്ങളുടെ പ്രാർത്ഥന അവനിലേക്ക് എത്താൻ മധ്യവർത്തികളുടെ ആവശ്യമില്ല. അതൊരു ഉത്തരം. നിങ്ങൾ അത്യുച്ചത്തിൽ വിളിച്ചു കൂവുകയും വേണ്ട, അള്ളാഹു അടുത്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം അള്ളാഹു അവന്റെ ദാസന്മാരുടെ അടുത്തു വന്ന് സ്ഥിതി ചെയ്യുന്നു എന്നല്ല, അവന്റെ സത്ത സ്ഥലകാലാവർത്തിയാകുന്നു. അതായത് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തിനോ കാലത്തിനോ അതിനെ ഉൾക്കൊള്ളാനാവില്ല. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ സകല രഹസ്യങ്ങളും അഗാധമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹു നിങ്ങളുടെ അടുത്തു തന്നെയുണ്ട് എന്ന വാക്യത്തിനർത്ഥം. അതായത് അള്ളാഹു ഇപ്പോ അർഷിലാണ്, അള്ളാഹു പിന്നെ റബ്ബിന്റെ അർഷിൽ ഉന്നത സ്ഥാനത്തല്ല ആലയായ ഉന്നതമായ അർഷിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പക്ഷെ അള്ളാഹു നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അള്ളാഹ് അർഷിൽ നിന്ന് താഴെ വന്ന് നമ്മുടെ ഓരോ മനുഷ്യന്റെ അടുത്തിരിക്കുക എന്നുള്ളതായിട്ടല്ല മനസ്സിലാക്കേണ്ട. അള്ളാഹുവിന്റെ സത്ത എന്ന് പറയുന്ന അള്ളാഹിന്റെ ഗുണവിശേഷങ്ങൾ, സിഫത്തുകൾ, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അറിയുന്നവനാണ്, എല്ലാമുള്ള ഒരുപാട് ക്വാളിറ്റീസ് അള്ളാഹ്ക്കുണ്ടല്ലോ. അപ്പൊ ആ ക്വാളിറ്റീസ് അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മളിത് വായ കൊണ്ട് ഉച്ചരിക്കുന്ന വാക്ക് അള്ളാഹ് അടുത്ത് തന്നെ കേൾക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. അള്ളാഹിന്റെ ക്വാളിറ്റി അങ്ങനെയാണ്. അള്ളാഹ് സമീഅാണ്, അൽ ബസീറാണ്, അൽ ഖബീറാണ്, അല്ലെ? എല്ലാം ഹൃദയത്തിന്റെ ഓരോ അനക്കം പോലും അറിയുന്ന റബ്ബ്, അൽ ഖബീറായ റബ്ബിന് അടുത്ത് വന്നിരിക്കണ്ട. അള്ളാഹിന്റെ ക്വാളിറ്റീസ് വെച്ചിട്ട് നമ്മൾ പറയുന്നതെല്ലാം മെല്ലെ ആയാലും ഉറക്കനെ ആയാലും നമ്മുടെ ചിന്തകൾ പോലും അള്ളാഹ് അറിയുന്നുണ്ട്. അപ്പൊ അത്രയും ഫൈനി ഖരീബ് എന്നാണ്. ഇനി രണ്ടാമത് അള്ളാഹ് പറഞ്ഞു ഉജീബു ദഅവത ദായി, ഞാൻ ആരുടെ വിളിക്കാണ് ഉത്തരം നൽകുന്നത്. ഇപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, എത്തരത്തിൽ അള്ളാഹിനെ വിളിച്ചാലാണ് നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതിന്റെ ഒരു വിശദീകരണതാണ്. അതായത് ഞാൻ ഉത്തരം നൽകും, എന്നാൽ ഞാൻ നിങ്ങളുടെ സമീപത്തു തന്നെയുള്ളത്, അശ്രദ്ധനോ ബധിരനോ ആയിട്ടല്ല. ഇവിടെ മറിച്ച് അള്ളാഹ് പറയാണ്, നിങ്ങളിപ്പോ വിളിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ആ വിഗ്രഹത്തിന്റെ ചെവിയിൽ പോയി പറഞ്ഞാൽ പോലും ആ വിഗ്രഹം ഒരക്ഷരം പോലും തിരിച്ചു പറയോ ഇല്ല, നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാനും കഴിവില്ല. പക്ഷെ ഞാൻ അങ്ങനല്ല, ഉജീബു ദഅവതദായി, ഞാൻ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവനാണ്. ഞാൻ അങ്ങനെ ബധിരനല്ല, മറിച്ച് എന്ത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സശ്രദ്ധം കേട്ടുകൊണ്ടും അത് അർഹിക്കുന്ന ഉത്തരം നൽകാൻ തയ്യാറായിക്കൊണ്ടുമാണ് എന്നർത്ഥം. അതായത് ഫൈനി ഖരീബ് ഉജീബു എന്നുള്ളതിന്റെ അർത്ഥമാണ് പറഞ്ഞത്, ഞാൻ ഉത്തരം നൽകുന്നവനാണ്. ഇനി ഇവിടെ രണ്ടാമത് പറഞ്ഞത് ഉജീബു, അന്ന് ആർക്കാണ് ഉത്തരം നൽകുന്നത്? ദഅവത ദാഇ ഇദാ ദഅാൻ,
പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്കാണ് ഉത്തരം നൽകുക, അതും അവൻ പ്രാർത്ഥിച്ചാൽ. അതായത് ഇവിടെ 3 കാര്യം പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് അവൻ പ്രാർത്ഥിക്കുമ്പോ മാത്രം. അത് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നാമത് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം എന്നതും പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കണം എന്നതും പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഉപാധിയാണ്. അതായത് ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയും, ഇതിന് കൂടുതൽ വിശദീകരണം പറയാൻ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് പ്രാർത്ഥന ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാണ് തുടങ്ങിയ നബിവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ ഉപാധികൾ മനസ്സിലാക്കാൻ. അതായത് നമ്മോട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന എന്ന ഒരു കർമ്മം ഉണ്ടല്ലോ, അള്ളാഹിലേക്ക് കൈ ഉയർത്തി അത് ഇറ്റ്സെൽഫ് ഒരു ഇബാദത്താണ്. നിസ്കാരമൊക്കെ പോലെ തന്നെ ഒരു ഇബാദത്താണ്. പിന്നെ ഇബാദത്തിന് മജ്ജയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കോറായിട്ടുള്ള സാധനം അള്ളാഹിനോട് ചോദിക്കലാണ്. ഇതൊക്കെ ചെയ്തിട്ടും അള്ളാഹിലേക്ക് കൈ ഉയർത്തി ചോദിക്കുന്നതാണ് ഇബാദത്തുകളുടെ മജ്ജ. അതായത് അതിന്റെ സെന്റർ എന്ന് പറയുന്നത് കോറ്, കേന്ദ്രം എന്നൊക്കെ പറയില്ല, അത് ഇതാണ്, ഈ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനെ നാഥനും രക്ഷാധികാരിയുമായി അംഗീകരിച്ചവനും അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ സന്നദ്ധനായനുമാണ് ദാഇ അഥവാ പ്രാർത്ഥിക്കുന്നവൻ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ആള് വിളിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകും എന്നല്ല പറഞ്ഞത് ഇവിടെ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നവരുടെ എല്ലാം വിളിക്കുന്ന, അതായത് ഏതൊരു ജനം വിളിച്ചാൽ ഞാൻ കേൾക്കും ഉത്തരം നൽകും എന്നല്ല അള്ളാഹ് പറയുന്നത്. ദാഇയുടെ വിളിക്കാണ് ഉത്തരം. ഇവിടെ ദാഇ എന്ന് പറയുന്നത് അള്ളാഹിനെ നാഥനായി രക്ഷാധികാരിയായി അംഗീകരിച്ച ഒരു വ്യക്തി, അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് അവൻ അള്ളാഹിന്റെ വിധിവിധികൾക്ക് വിധേയമായി ജീവിക്കാൻ സന്നദ്ധനാവും വേണം. വെറും വിശ്വാസം കൊണ്ട് മാത്രമല്ല, ആ വിധിയിൽ സന്നദ്ധനായി. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ദാഇ, അതായത് പ്രാർത്ഥിക്കുന്നവൻ, വിളിക്കുന്നവൻ എന്നിവിടെ ഉദ്ദേശിച്ചു. അതായത് അള്ളാഹുവിനെ നാഥനും രക്ഷാധികാരിയും അംഗീകരിക്കുകയോ അവന്റെ വിധികൾക്ക് മാനിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്നവർ ഏതെങ്കിലും പ്രതിസന്ധികളിൽ ഏർപ്പെട്ട് എല്ലാ വാതിലുകളും തന്നെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞിരിക്കും എന്ന് ബോധ്യപ്പെടുമ്പോൾ ദൈവമേ രക്ഷിക്കണേ എന്ന് കേഴുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദാഇ എന്ന് പറയുന്നത് അള്ളാന്റെ വിധിക്ക് അനുസരിച്ച് വിശ്വാസിയായി അവന്റെ വിധികൾക്കുള്ള ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നവൻ. അവൻ എന്തെങ്കിലും പ്രയാസത്തിൽ പെടുമ്പോൾ അള്ളാഹിനെ വിളിക്കുമ്പോൾ അള്ളാഹ് ഉത്തരം നൽകും. നേരെ മറിച്ച് അത്രയും കാലം അള്ളാഹിന്റെ വിധിവിലക്ക് അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ആപത്തിൽ പെടുന്ന സമയത്ത് അള്ളാഹിനെ വിളിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടണം എന്നില്ല. മനസ്സിലായില്ല? ആ ദാഇയുടെ വിളിക്കാണ്, ദാഇയുടെ വിശേഷണം ഇതാണ്. ദാഇയുടെ വിളിക്കാണ് അള്ളാഹിന്റെ ഉത്തരം. ഈ പ്രാർത്ഥിക്കാത്തവരുടെ പ്രാർത്ഥനയാണ് പിന്നെ എപ്പോഴെങ്കിലും അള്ളാഹിന്റെ ദൈവമേ രക്ഷിക്കണേ എന്ന് കൊടുങ്ങുന്നത് പ്രാർത്ഥിക്കാത്തവരുടെ ദാഇയുടെ പ്രാർത്ഥനയല്ല. മുങ്ങിത്താഴുന്നവൻ പുൽക്കൊടിയിൽ കയറി പിടിക്കുന്നത് പോലെയാണ് ഈ പ്രാർത്ഥന. അള്ളാഹു ഉത്തരം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നത് ഇങ്ങനെ അവസാന നിമിഷത്തിൽ പുൽക്കൊടിയിൽ പിടിച്ചു തൂങ്ങുന്നവർക്കല്ല, പ്രത്യേക ബലിഷ്ഠമായ പിടിക്കാൽ പിടിച്ചവരാണ്. ഇവിടെ സൂറത്ത് ഈ ബക്കറയുടെ അവസാനം പറയുന്നുണ്ട്, സൂറത്ത് ആയത്തുൽ കുർസിയുടെ കഴിഞ്ഞിട്ടുള്ള ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അവൻ പിടിച്ച കയർ എന്ന് പറയുന്നത് ബലിഷ്ഠമായ കയറാണ്. ആ കയറിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുമായുള്ള ബന്ധമുള്ള ആ കയറാണ് പറയുന്നത് ഉർവത്തിൽ വുസ്ഖ. അതിൽ പിടിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇവിടെ വിളിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറയുന്ന ആ ദായി എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും പൊട്ടിപ്പോകുന്നതല്ല. പ്രാർത്ഥിക്കുന്നവരാകാതെ പ്രാർത്ഥിക്കുന്നവരെ മിസ്ലാഹ് വർണ്ണിച്ചുള്ള ഇപ്രകാരമാണ്. അതായത് വേറൊരു ഹദീസ് ഉണ്ട് ഇങ്ങനെ, അതായത് അയാള് ദീർഘയാത്ര ചെയ്ത് ജട പിടിച്ച് പൊടി പുരണ്ട ഒരാൾ ആകാശത്തേക്ക് കരമുയർത്തി എന്റെ നാഥാ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ ആഹരിക്കുന്ന നിഷിദ്ധമായതാണ്. അതായത് അവൻ അള്ളാഹിന്റെ വിധിവിലക്കിലല്ല ജീവിക്കുന്നേ, അള്ളാഹിന്റെ ഹറാമു ഹലാല് നോക്കാതെ ജീവിക്കുന്നവനാണ്. കുടിക്കുന്നത് നിഷിദ്ധമായതാണ്, അവന്റെ വസ്ത്രം നിഷിദ്ധമായി സമ്പാദിച്ചതാണ്, അവൻ പുഷ്ടിപ്പെട്ട നിഷിദ്ധങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെയുള്ളവന് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്നാണ് നബി വചനം പറയുന്നത്. ഇനി ഈ പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരുപാട് കണ്ടീഷൻസ് ഇവിടെ ഇപ്പൊ നിങ്ങൾ സ്ലൈഡിൽ കാണുന്നുണ്ടാവും. അതായത് പിന്നെ ഹലാലായ ജീവിതം പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു ഉപാധിയാണ് കേട്ടോ. ഒരാളുടെ ഭക്ഷണം, വസ്ത്രം എല്ലാം ഹലാലാവണം. പിന്നെ വിശ്വാസം, അനുസരണവും, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നവർക്ക്, അവന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉത്തരം ലഭിക്കുള്ളൂ. പിന്നെ മനസ്സാന്നിധ്യം, പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ സാന്നിധ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അശ്രദ്ധമായ ഹൃദയത്തോടുള്ള വെറുതെ എവിടേക്കെങ്കിലും ഒക്കെ നോക്കി എവിടെയെങ്കിലും ഒക്കെ ചിന്തിച്ച് റബ്ബനാ ഫിദ്ദുനിയാ ഹസന അല്ലാഹു അജ്റനാ ഇങ്ങനെ വെറുതെ ഒരു കർമ്മപരമായി ചെയ്യുന്ന ആളുകളുണ്ട്. ഹൃദയ സാന്നിധ്യം ഇല്ലാതെ, അർത്ഥറിയാതെ, എന്തോ ഒരു നിസ്കാരം പോലെ തന്നെ ചെല്ലുന്നത് ഒരു അർത്ഥം പോലും അറിയാതെ, ഞാൻ എന്താ ചോദിക്കുന്നത് പോലും അറിയാതെ ചെല്ലുക. അശ്രദ്ധമായ ഹൃദയത്തിൽ പ്രാർത്ഥന ഫലപ്രദമല്ല എന്നാണ്. പൂർണ്ണമായ ശ്രദ്ധയോടും വിനയത്തോടും കൂടി പ്രാർത്ഥിക്കണം.
ഇനി ഇബ്നു അബ്ബാസ് പറയുന്ന 7 നിബന്ധനകളിൽ മനസ്സിനെ അള്ളാഹുവിൽ ഉറപ്പിച്ചു നിർത്തുക, നാവ് കൊണ്ട് തെറ്റായ, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്ന ആളുകളെ പ്രാർത്ഥനയാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുക. അള്ളാഹുവിനെ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക, നാവ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറയാതിരിക്കുക, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുക, വയറിൽ നിഷിദ്ധമായ ആഹാരം എത്താതിരിക്കുക. പിന്നെ അതുപോലെ അള്ളാഹു വേറെ പറയുന്ന പ്രാർത്ഥന 3 വിധത്തിൽ അള്ളാഹു ഉത്തരം നൽകുന്നു. ഇപ്പൊ നമ്മളൊരു സാധനത്തിന് വേണ്ടി മേൽപ്പറഞ്ഞ വിധത്തിൽ ഉപാധികളോട് പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ അള്ളാഹിന്റെ ഉത്തരത്തിന് വേണ്ടി ഉജീബു എന്ന് പറഞ്ഞല്ലോ, അള്ളാഹിന്റെ ഉത്തരം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. 3 തരത്തിലാണ് അത് കിട്ടുക. ഒന്ന് ഉടനടി കിട്ടുന്നു, ഉടനടി പ്രാർത്ഥിച്ച് ഉടനെ അള്ളാഹ് അതിന് ഉത്തരം നൽകി നമുക്കത് നൽകുന്നു. അതായത് പ്രാർത്ഥിച്ച കാര്യം ഈ ലോകത്ത് വെച്ചതിന് അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു, പരലോകത്തേക്ക് അതായത് ഒന്നാമത്തത് അങ്ങനെയാണ്, ഈ ലോകത്ത് തന്നെ കിട്ടും. രണ്ടാമത്തത് പരലോകത്തേക്ക് അള്ളാഹ് മാറ്റിവെക്കുന്നു. പിന്നെ അതായത് പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം ഇഹലോകത്ത് നൽകാതെ അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ പരലോകത്ത് വെച്ച് നൽകാനായി സൂക്ഷിച്ചു വെക്കുന്നു. മൂന്നാമത്തത് വിപത്തുകൾ തടയുന്നു. മേ ബി ഇതൊന്നും ചെയ്യാതെ അള്ളാഹ് നമ്മൾക്ക് വലിയ വിപത്തുകൾ തരും, പ്രാർത്ഥിച്ചതിന് പകരമായി വരാനിരുന്ന വലിയൊരു ആപത്തിൽ നിന്ന് ആ ദാസനെ അള്ളാഹു രക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ പ്രാർത്ഥനയിൽ സ്ഥിരതയും ക്ഷമയും. ഒരിക്കലും ധൃതി കാണിക്കരുത്. അതായത് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഒരു നിരാശനായിക്കൊണ്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുള്ള സംസാരമാണത്. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടില്ല, ഞാൻ എന്തിനാ ചെയ്യേണ്ട ആവശ്യം, എത്ര കാലമായി അള്ളാഹിനോട് അത് ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ഉത്തരം നൽകാൻ അള്ളാഹുവിന് മടിയില്ല, മനുഷ്യനാണ് ചോദിക്കാൻ മടുക്കുന്നത് അല്ലെ. അള്ളാഹ്ക്ക് മടുപ്പില്ല. ഒരാൾക്ക് എത്ര വേണമെങ്കിലും അള്ളാഹ് കൊടുക്കും, വീണ്ടും കൊടുക്കും. കേൾക്കാൻ അള്ളാഹ്ക്ക് മടുപ്പേ ഇല്ല. പക്ഷെ ചോദിക്കുന്നവനാണ് ഇവിടെ മടുപ്പ് വരുന്നത്. ഗുണകരമായി ഇത് മാത്രം നൽകുന്നവൻ. ചിലപ്പോൾ നാം ചോദിക്കുന്ന കാര്യം നമുക്ക് ദോഷകരമായിരിക്കാം. അത് അറിഞ്ഞുകൊണ്ട് അള്ളാഹു നൽകാതിരിക്കുന്ന അവനോടുള്ള കാരുണ്യം കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മുടെ കണ്ണില് മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ നമുക്കും അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിച്ചതായിരിക്കും ഒരു പക്ഷേ, നമ്മൾ ആഗ്രഹം കൊണ്ട്. മറ്റുള്ളവർക്കൊക്കെ അള്ള കൊടുക്കുന്നത്, പക്ഷെ മേ ബി ആ ഒരു കാര്യം എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ എന്റെ സ്വഭാവം, എന്റെ കുടുംബ സാഹചര്യമൊക്കെ വെച്ചിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി എനിക്ക് പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് വരുന്നുള്ളത് കൊണ്ട് മേ ബി അള്ള അത് തടഞ്ഞു വെച്ചേക്കാം. നമ്മുടെ സ്വഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ അറിയുന്ന ആരാണ്? അള്ളയാണ്. നമ്മളെ കുടുംബത്തിന്റെ ഒരു സ്വഭാവമൊക്കെ മേ ബി അത് അള്ള തടയുന്നത് മേ ബി പരലോകത്ത് ഹൈറിനായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്ക് അത് അള്ള തടയുന്നത് നൽകാതെ അതിനോടുള്ള കാരുണ്യം കൊണ്ടാണെന്ന് പറയുന്നു. പ്രാർത്ഥന ഇനി മൂന്നാമത് മനസ്സിലാക്കേണ്ട, പ്രാർത്ഥന തന്നെ ആരാധനയാണ്. പ്രാർത്ഥന എന്നത് ആരാധനയുടെ മജ്ജയോ സാരമോ ആണ്. അതിനാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വലിയൊരു പുണ്യകർമ്മമാണ്. അതായത് നമ്മളിപ്പോ മടുപ്പ് തോന്നേണ്ട ആവശ്യമേ ഇല്ല. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ചാരിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖാണല്ലോ, അൽഹംദുലില്ലാ ഞാൻ ഇത്ര പൈസ കൊടുത്തു എന്നുള്ള നിർവൃതി നമുക്ക് കിട്ടാറുണ്ട്. ഇതേ നിർവൃതി തന്നെ നമ്മൾ പ്രാർത്ഥന എന്ന കൈ ഉയർത്തി അള്ളാഹിനോട് ചോദിക്കുന്ന ആ കർമ്മം ഉണ്ടല്ലോ, അതിന്റെ ഫലം പോട്ടെ, അതിന്റെ കർമ്മം തന്നെ പ്രതിഫലമുറ്റതാണ്, പുണ്യകർമ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നേരം പ്രാർത്ഥനയിൽ നിരതി കഴിയാൻ ഒരു മടി ഉണ്ടാവില്ല. അള്ളാഹ് തരുന്നത് അള്ളാഹ് തീരുമാനിക്കട്ടെ അല്ലെ. അതുപോലെയാണ് ഇതിനെ കാണേണ്ടത്. നമ്മൾ സമയം ഇവിടെ ഇപ്പൊ 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഇവിടെ 2-3 കാര്യങ്ങൾ മടുപ്പ് തോന്നാൻ പറ്റില്ല. ഈ ഭാഗത്ത് അടിമയുടെ ഏതാവശ്യം കഴിയും. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് ഏത് ആവശ്യം നിർവഹിച്ചു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. ചോദിക്കുന്നവർക്ക് എത്ര കൊടുത്താലും അവനൊരു മുഷിയുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹുവിന് ചോദിക്കാൻ മടിക്കുന്നവർക്കും അവന്റെ ആശ്രയത്വത്തെ മാനിക്കാത്തവർക്കും അള്ളാഹു കൊടുത്തു കൊള്ളണമെന്നില്ല. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉജീബു ദഅവത ദാഇ ഇദാ ദാനി പറഞ്ഞില്ലേ, ഇദാ ദാനി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദായിയുടെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി വിളിച്ചാലാണ് അള്ളാഹ് കേൾക്കുക. പക്ഷെ അതിന്റെ അപ്പുറത്തന്നെ അള്ളാഹ് പറഞ്ഞ എന്താണ്? ഇദാ ദാനി എന്ന് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചാൽ. അതൊരു ഭയങ്കര പോയിന്റ് ആണ്. അത് ചില ആളുകൾ വിചാരിക്കാറുണ്ട്, പിന്നെ എന്തെന്നറിയോ, നമ്മള് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു ഞാൻ നല്ല വിശ്വാസിയായി ജീവിച്ചാൽ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹു എനിക്ക് എല്ലാം തരും എന്നുള്ള വിശ്വാസം ഇവിടെ ഖണ്ഡിക്കുകയാണ്. അതായത് അവൻ എത്ര നല്ലവനാണെങ്കിലും ദായിയായി എന്നെ ജീവിക്കണം, ഇതാ ദാനിയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഉജീബു. അതായത് അവൻ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അവന് ഉത്തരം. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ അതായത് ഇതിൽ പറയുന്നത് അവൻ എന്നോട് ചോദിക്കണം.
അതായത് ഇങ്ങനെ ഒരു പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന അർഹനാൽ മാത്രം പറയാൻ പ്രാർത്ഥിക്കുക തന്നെ വേണം. താൻ ദൈവധിക്കാരങ്ങളൊന്നും പ്രവർത്തിക്കാത്തവനായതുകൊണ്ട് തന്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കരുത്. ദൈവദാസന്മാർ ആപത്തുകൾ അകന്നു കിട്ടാനും സൗഭാഗ്യങ്ങൾ ലഭിക്കാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അടിമയുടെ പ്രാർത്ഥന എത്ര കേട്ടാലും അവന് മുഷിയുകയോ മടുപ്പ് തോന്നുകയില്ല. അവന്റെ മഹത്വവും ഔദാര്യത്തെയും കാരുണ്യത്തെയും ഉദ്ഘോഷിക്കുന്ന ഇബാദത്ത് കൂടിയാണ് പ്രാർത്ഥന. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കേട്ടോ. അത് എത്ര നല്ലവനാണെങ്കിലും അള്ളാഹ് ദുആ ചെയ്ത് അള്ളാഹ് കാര്യം ആഗ്രഹത്തിന് വേണ്ടി ചോദിച്ചാലാണ് അള്ളാഹ് ഉജീബു എന്ന് പറയുന്നത് ഇവിടെ. പിന്നെ ഇവിടെ വേറെ പറയുന്നതിന്റെ വേറെ ഈ ആയത്തിന് വേറെ വിശദീകരണം മധ്യവർത്തികളുടെ ആവശ്യമില്ല. ചില ആളുകളുടെ വിചാരപ്രകാരം നമ്മളൊരു ദേവി ദേവന്മാരെ അല്ലെങ്കിൽ നമ്മൾ ഇല്ലേ ബദ്രീങ്ങളെ എന്നൊക്കെ വിളിക്കുന്ന ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാല് ആ ബദ്രീങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്ത് പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് അവര് ലൂടെ നമ്മളിലേക്ക് അള്ളാഹ്ക്ക് എത്താനാണ് എന്നൊക്കെ പറഞ്ഞ് മിഡിൽ മാനെ വിളിക്കുന്ന ആളുകൾ. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൂടി ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ വിശ്വാസം മാധ്യസ്ഥം കൂടിയേ തീരൂ എന്നുമുള്ള ആ വിശ്വാസത്തെ കൂടി ആ ആചാരത്തെ കൂടി അള്ളാഹ് ഇതിലൂടെ ഖണ്ഡിക്കുകയാണ്. അവന്റെ ദൃഷ്ടികളിൽ ഒട്ടും അകലെയല്ല. ദൈവം അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഒട്ടും അകലെയല്ല. അവരുടെ ആവശ്യം നടക്കുന്നത് നേരിട്ട് അറിയുന്നു, നേരിട്ടത് എല്ലാം ചെയ്യുന്നു എന്നും കൂടിയാണ് പറയുന്നത്. ഈ ഒരു ആയത്തിന് വേറെ രണ്ട് പണ്ഡിതന്മാർക്ക് വേറെ ഒന്ന് രണ്ട് വിശദീകരണം കൂടി പറയുന്നുണ്ട്. അതായത് പിന്നെ ഇത് ഇവിടെ പറയുന്ന ദഅവത്ത് വേറൊരു രീതിയിൽ പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത് ഈ ആയത്ത് അന്നത്തെ കാലത്തിന് ഈ അവിടുത്തെ ആളുകൾക്ക് നോമ്പിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ നോമ്പിനെ കുറിച്ച് നോമ്പിന്റെ വ്യവസ്ഥകൾ അറിയാത്തത് കൊണ്ട് അവർ ചില ചോദ്യങ്ങളൊക്കെ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മറുപടി ആയിട്ടാണ് പിന്നെ നിയമങ്ങളെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അതായത് നോമ്പിന്റെ നിയമങ്ങളെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ എന്നുള്ള തരത്തിൽ ഇതാ സഅലക എന്നുള്ളതിന്റെ വിശദീകരണം അങ്ങനെ കൊടുത്തിട്ടും വിശദീകരണം ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നോമ്പിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ് ഞാൻ നോമ്പിന്റെ അപ്പൊ അതുകൊണ്ട് ചിലർ സ്വന്തം നിഗമനങ്ങളെ കുറിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നബിയോട് നിയമങ്ങൾ ആരാഞ്ഞു കപടവിശ്വാസികൾ നോമ്പിന്റെ അങ്ങോട്ട് വക നിയമങ്ങളും വ്യവസ്ഥകളും നിർദ്ദേശിച്ച് പരിഹരിച്ചു കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അള്ളാഹു നബി പറയുകയാണ്